ചെല്ല് ചെല്ല്. ഓ അങ്ങനെ എന്നാ ലക്ഷ്യതയില് ഇതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം. ചെല്ലു മോളെ. ഇവളെന്തിനൊക്കെ ചിരിച്ച അമ്മ എന്തോ ഉദ്ദേശിച്ച പറഞ്ഞു? അയ്യേ ഇയാളെക്കൊണ്ട്. നീ എന്താ ഇവിടെ മുഖം പൊത്തിയിരിക്കുന്നേ? അങ്ങോട്ട് ചെറിയ ഞങ്ങൾ ക്ലീൻ ചെയ്യാം. അമ്മ അമ്മ ഇപ്പൊ ഫ്രീ ആണോ? എന്തോ എന്താക്കണം പറയ്. അമ്മ അമ്മ ഫ്രീ ആണെങ്കിൽ എനിക്കൊരു പാട്ട് പാടിത്തരാവോ? ഇപ്പോഴോ? എല്ലാവരും കിടക്കാൻ നിൽക്കുവല്ലേ, അപ്പൊ എങ്ങനെ ഞാൻ പാടാ? അതമ്മ പതുക്കെ കണ്ണന് കേൾക്കാൻ മാത്രം പാടിയാ മതി. ഓഹോ എന്നൊക്കെ പാടാം. എന്റെ അമ്മ സൂപ്പറാ. ആണോടാ? എന്താ അമ്മയുടെ പൊന്നിങ് വന്നു? വാ. ഡാഡി ഇതൊക്കെ വന്നു. ആ ഞാൻ വന്നിട്ട് കുറച്ചു നേരം ആയി. ഡാഡി എന്റെ അമ്മേന്റെ കൂടെ ഒരുമിച്ച് കിടക്കാവോ? അതിനെന്താ കിടക്കണ, നീ വന്നേ നമുക്കിവിടെ കിടക്കാം. ബാ. ഹായ്, ഇന്ന് ഞാൻ ഹാപ്പിയാ. ഇവ താൻ കിടക്കുന്നില്ലേ? ചെന്ന് കിടന്നു. കണ്ണ കിച്ചുസേ, എന്നാ നമുക്ക് പോകാനോടാ? അമ്മ വാങ്ങിച്ചു കൊടുക്ക്, എനിക്കിത് ആ സ്ട്രോബെറിയും കൂടെ. എടാ നീ ഇപ്പൊ ഒന്ന് കഴിച്ചതല്ലേ ഉള്ളൂ. ഇങ്ങനെ പോയാ ഡാഡിയുടെ കയ്യിൽ നിങ്ങളെ എനിക്ക് വഴക്ക് കേൾപ്പിക്കും. അനു അങ്ങോട്ട് നോക്കിയേ, ആരാണ്? ആരാ? ഓ ഇവ. വാ നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം. വാ. കഴിഞ്ഞില്ലേ, നമുക്കങ്ങ് പോയാലോ? ഹലോ റാം, തിരക്കില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിൽക്കാവോ? ഇവരെന്താ ഇവിടെ? ഓ കിഷോർ, അതിനെന്താ, നിക്കാലോ. സർ നിങ്ങൾ സംസാരിക്കും, ഞാൻ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. ഓ എന്നാ ഞാനും കൂടെ വരാം, അവര് സംസാരിക്കട്ടെ. ഇവ താൻ പോയിട്ട് വാ. റാം, താങ്ക് യു സോ മച്ച്. താൻ എന്നെ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കില്ലായിരുന്നു. അനുവിനോടുള്ള വാശിക്കാണ് നീ ഇവിടെ താൾ കെട്ടിയതെങ്കിലും അവളിപ്പോ നിന്റെ ഭാര്യയാണ്. ഇവേ എനിക്കറിയാം, അവൾക്ക് എന്നെ അറിയാം, പക്ഷേ എന്നെ അറിയത്തേ ഇല്ല എന്ന മട്ടിലാണ് പുള്ളിക്കാരി. അനുവിന്റെ ഭാഗത്തുനിന്ന് തെറ്റി പറ്റ ഇവയുടെ ഭാഗത്തുനിന്ന് നിനക്കുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇതൊക്കെ നീ എൻ്റെ അടുത്ത് പറയാൻ കാരണം? അത് നീ അവളോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞില്ലേ, ഞങ്ങൾ പുറത്തു വെക്കാം. കണ്ണാ കിച്ചു വാ. ആ ഓക്കെ കിഷോർ. ആ ഓക്കെ, നമുക്ക് കാണാം.